അതൊക്കെ ബാക്കിൽ എന്തോ ഒളിപ്പിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. എല്ലാരും പോയോ ആയി പറയോ? ഫുഡ് നല്ല മോശമായി. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ വ്ലോഗാണ്. ഇപ്പോൾ നമ്മൾ കറൻ്റ് ഉള്ളത് മൂവാറ്റുപുഴയാണ്. നമ്മൾ ഇല്ലിക്കൽ കല്ല് പോകാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. കറക്റ്റ് സമയത്ത് അവിടെ എത്തുമെന്ന് അറിയില്ല, കാരണം നമ്മൾ കുറച്ച് ഞാനാണ് വൈകിച്ചത്. സോ അതിൻ്റെ ദേഷ്യത്തിലിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കറൻ്റ് ഉള്ളത് മൂവാറ്റുപുഴ, ഞാൻ പഠിച്ച കോളേജിൻ്റെ ആ ഒരു ഏരിയയിലുണ്ട്. പിന്നെ നമുക്ക് പോണ വഴിക്ക് കേക്കൊക്കെ മേടിക്കണം. അപ്പോൾ അതിനുള്ള പ്ലാനിങ്ങിലാണ്. നമ്മൾ പോണ വഴിക്ക് പരിപ്പോട വെച്ചിട്ടുണ്ട്, അത് ചോദിക്കണം. കഴിഞ്ഞ വർഷം സോറി 2 വർഷം മുമ്പ് ഈ സമയത്ത് മെഹന്തി നൈറ്റ് ആയിരുന്നു ഗൈസ്. അങ്ങനെയല്ല, രാത്രി മെഹന്തി നൈറ്റ് ആണ്. 2 ദിവസമായിരുന്നു, വിശ്വസിക്കാൻ പറ്റില്ല. പെട്ടെന്നായിരുന്നല്ലോ, പെട്ടെന്ന് സാക്കി വന്നു, എല്ലാം വളരെ പെട്ടെന്ന്. ഇപ്പൊ നമ്മള് സാക്കി ഇല്ലാണ്ടാ വന്നേക്കണം, കാരണം ഞങ്ങൾ ഇതുവരെയായിട്ടും ഇങ്ങനൊരു ട്രിപ്പ് 2 വർഷത്തിന്റെ അടുക്ക് പോയിട്ടില്ല. അതായത് ഞങ്ങൾ 2 ഒറ്റക്ക്. പിന്നെ ലാസ്റ്റ് പോയത് ബൈക്ക് ട്രിപ്പായിരുന്നു. അങ്ങനെ അത് ഒറ്റയ്ക്ക് ഈ പറഞ്ഞ പോലെ സാക്കീനെ കൊണ്ടുപോകാത്തതിന്റെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോ അവൻ കുറച്ച് അലമ്പായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ പോയിട്ടില്ല, മീൻസ് ഇങ്ങനെ ട്രിപ്പ് നമ്മൾ പോയിട്ടില്ലല്ലോ. മീൻസ് കാറിൽ ഒറ്റക്ക് ആദ്യമായിട്ടല്ലേ പോണേ. പിന്നെ ഒരു പ്രാവശ്യം വാഗമൺ പോയി തിരിച്ചു വന്നപ്പോ ഞങ്ങൾ 2 കാറിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അല്ലാതെ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകും തിരിച്ചു വരും, അല്ലാതെ ഒന്നും പോയിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു ട്രിപ്പ് ആദ്യമായിട്ടുണ്ട്. അതിന് 2 വർഷം എടുത്തു ഗൈസ്. എന്ത് ചെയ്യാനാ സാർ, ലൈഫായിരിക്കും നമുക്ക് വിധിച്ചത്. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ലിക്കൽ കല്ല് 15 കിലോമീറ്റർ. ഫസ്റ്റ് ടൈമാണ് ഇല്ലിക്കൽ കല്ല് വെച്ചത്. വെറും പുച്ഛം. കാക്കനാട് സിറ്റിയാണെന്നായിരുന്നു, അല്ല സിറ്റിയാണെന്നാണ് ആശിം പറയുന്നത്. വെറും പട്ടിക്കാടായിരുന്നു. അവിടെ ഇൻഫോ പാർക്ക് വന്നത് മാത്രമാണ്. കളക്ട്രേറ്റ് അവിടെ, അതൊക്കെ പിന്നെ കുറച്ചാളുമ്പല്ലോ. ആകാശവാണി കൊച്ചി എവിടെ? അങ്ങനത്തെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് കാക്കനാട്. പിന്നെ പെരുമ്പാവൂരാണ് എല്ലാം ഉള്ളത്. നല്ലല്ലേ? വഴി തെറ്റിയൊന്നൊരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആ ചേച്ചി കൺഫർമേഷൻ നോക്കാൻ വേണ്ടി ചോദിച്ചത്. ഇങ്ങനത്തെ റോഡിൽ ഞാൻ ഓടിക്കില്ല അത് കൈസ്. വണ്ടി ഇങ്ങനെ പെട്ടെന്ന് വന്നാല് ഒതുക്കി കൊടുക്കാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ സാധാ റോട്ടിൽ കൂടെ ഓടിക്കുന്നത്, ഇങ്ങനത്തെ റോട്ടിൽ കൂടെ ഞാൻ പഠിച്ചിട്ടില്ല. പട്ടിക്കാട് റോഡ്. യെസ്, കാക്കനാട് ഞാൻ ആദ്യം പഠിച്ചത്. പട്ടിക്കാട് റോഡ് കാക്കനാടിലെ പെരുമ്പാവൂരിൽ പഠിച്ചത്. എല്ലാം ഒരു കാടായിരുന്നു ഗൈസ്. പിന്നെയാണ് അതെല്ലാം ഇതേ ഒരു വെള്ളച്ചാട്ടം. സാക്കി ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരും ഞാൻ അവരെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ എന്തെങ്കിലും നമുക്കും നമ്മൾ കല്യാണം കഴിഞ്ഞ കപ്പിൾസാണ്, നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് സമയമൊക്കെ വേണം. നമ്മുടെ കാര്യത്തിലും കുറച്ച് പ്രയോറിറ്റീസ് കൊടുക്കണം നമ്മൾ. ബേബി ഉണ്ടായെന്ന് വെച്ചാൽ അങ്ങനെ അവൻ്റെതായ ഹാപ്പിനെസ് ഉണ്ട്. ഉച്ചയുടെ കൂടെ കളിച്ചു മോഹൻലാലിന്റെ ബർത്ത്ഡേ ആണ്. അതുകൊണ്ട് എല്ലാ പാട്ടും മോഹൻലാലിന്റെയാണ്. പണ്ടത്തെ ഹിറ്റ് സോങ്സ് ഒക്കെ.
സർപ്രൈസ് തരാൻ വേണ്ടി കാറിന്റെ ബാക്കിൽ എന്തോ ഒളിപ്പിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. ഈ മനുഷ്യര് എന്ത് സാധനം മേടിച്ചാലും എനിക്ക് ഇഷ്ടപ്പെടില്ല. പുള്ളി എന്നെ സെലക്ട് ചെയ്ത് മേടിക്കണം. പിന്നെ ഐഫോൺ എന്തോ മേടിക്കുമ്പോ തന്നെ പൊട്ടിച്ചോ സർപ്രൈസ്. ഇവിടെ നല്ല രീതിയിലുള്ള കാറ്റുണ്ട്. അപ്പൊ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം കാണാൻ. ഞാൻ ബാക്കിൽ കയറാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമ്മള് ജീപ്പിൽ കയറിയിട്ടാണ് മുകളിലോട്ട് പോകുന്നത്. കുറച്ച് ആൾക്കാരും താഴത്ത് വരാനുണ്ട്. അപ്പൊ അവരെയും കൂടി കയറ്റിട്ട് പോവാന്ന് ചേട്ടൻ പറഞ്ഞു. സോ വി ആർ വെയിറ്റിംഗ്. നടന്നു കയറണം. ഒരു ഗ്യാരണ്ടി സപ്പോർട്ട് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഉത്തരവാദിത്തമില്ല. നമ്മുടെ ബാക്ക് സൈഡ് ആണോ ലീഗല്? അവിടെ നമുക്ക് ഉത്തരവാദിത്തമില്ല. ചേട്ടാ റോഡ് ചെല്ലും. പിന്നെ അവിടെ നിന്ന് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ മുന്നേ നടക്കാറുണ്ട്. ഞങ്ങൾ ആ റോഡിൽ കയറാറുണ്ട് രാത്രിയൊക്കെ. അവിടെ ഉത്തരവാദിത്തം പറയാൻ കാരണം അറിയോ? കഴിഞ്ഞിടയ്ക്ക് അവിടെ ഒത്തിരി പേര് ഇങ്ങനെ വന്നു പോയിട്ടപ്പോഴത്തേക്കും അവിടെ നല്ല 1-2 പിള്ളേരുണ്ടായിരുന്നു. അമ്മമാര് കടന്നില്ല കൂടിട്ട് ഇറങ്ങിട്ട് പോയി. അമ്മമാർ ഓടി. അവിടെ വന്ന പിള്ളേരും കാരണവന്മാരും കുഞ്ഞു പിള്ളേരാണ് കുത്തി കിട്ടി. 10-15 പേര് ഛർദ്ദിച്ച് കിടക്കുമായിരുന്നു. അവിടെ വണ്ടിയിലൊക്കെ എങ്ങനെ പോയി. മഴ ചതിച്ചു, മഴ പെയ്യുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു കാശും കൊണ്ടെടുക്കാൻ പോയിക്കാം. ഞാൻ ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കാണ്. നല്ല കനമുണ്ട്, പക്ഷെ എന്താന്ന് മനസ്സിലാവുന്നില്ല. വാട്ട്സ് ദാറ്റ്? നല്ല മഴ പെയ്യുന്നുണ്ട്. അവിടെ എത്തുമ്പോ എങ്ങനെയാന്ന് അറിയാൻ പാടില്ല. ഞങ്ങളെ മഴ ചതിച്ചു. ഇനി കേക്കൊക്കെ എവിടെ പോയത് കട്ട് ചെയ്യും. ഞാൻ പറഞ്ഞതൊന്നും മോന് നല്ലാന്ന് പറഞ്ഞു. അറിയില്ലേ? മഴ നമ്മളെ ചതിച്ചു. ഈ മഴ തോരണ്ട ലക്ഷ്യമില്ല. ഗൈസ്, ഇത് ഇടിമിന്നലിൽ നിന്നുള്ള പ്രൊട്ടക്ഷനുള്ള സാധനമാണ്. കാരണം ഇത് ടോപ്പ് കാരണം ഇടിമിന്നൽ അടിക്കാൻ നല്ല ചാൻസ് കൂടുതലാണ്. ഞാൻ കണ്ടിട്ടുണ്ട് ഇല്ലിക്കൽ കല്ലിന്റെ മെയിൻ സാധനം. അത് ഗൂഗിളിലല്ലേ? അത് കാണാൻ പോലും പറ്റില്ല. ഗൈസ്, ആദ്യമായിട്ട് കോട കാണുന്ന ഒരു കുട്ടിയുടെ എക്സ്പ്രഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് നോക്കിട്ട് വെക്കണം. നമ്മുടെ സെക്കൻഡ് ലവ് ആനിവേഴ്സറി. നാളെയാണ്, പക്ഷെ ഞങ്ങൾ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യും. നാളെ അച്ഛൻ്റെ സമയം. ഇന്ന് എന്റെ മെഹന്തി നൈറ്റ് ആയിരുന്നു. നാളെയാണ് ഞങ്ങൾ ശരിക്കും കല്യാണം കഴിച്ചത്. ഗൈസ്, അതിന്റെ അടുക്ക് അവിടെ നിന്ന് മേടിച്ച 2 എടുക്കാൻ മറന്നുപോയി. നമുക്ക് എന്തായിരിക്കും ഗോൾഡാണ്. ഗോൾഡല്ല. ഇത് കുളിക്കാൻ നോക്കിയിട്ട് പറ. പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആശുപ കഥയെ കൂടി ഡിസ്കസ് ചെയ്യാൻ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ആശുപ ഇപ്പൊ പറയണത് ഷിഫാമോള് തന്നെ ഇത്താത്തായിരുന്നു. അപ്പൊ അവള് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ ഇല്ല ഗൈസ്, ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ മൈക്കാന്ന് എനിക്ക് ചെറിയൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോ എനിക്ക് എന്റെ കയ്യിലില്ലാത്ത എന്നാണ് ആശുപ പറഞ്ഞേക്കുന്നത്.
ആലിമരം ഉള്ളു, അത് വെട്ടിക്കളഞ്ഞിട്ടാണ് കല്ല് കൊണ്ട് വെച്ചത്. So nice. Hi, what a view. പനിയില്ലേ? ഏത് കിട്ടല്ലേ? കുറച്ചൊരു ഫോട്ടോ എടുക്കാനായിട്ട് കൈ വിട്ട മുണ്ടും വെള്ളത്തിൽ ഞങ്ങൾ ജയിച്ചു. എവറസ്റ്റ് എല്ലാരും ഒരു ഹായ് പറയോ? നമുക്ക് കൊച്ചിയിൽ നിന്ന് 2.5 മണിക്കൂറിൽ വരാൻ പറ്റിയൊരു അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. എല്ലാവരും വരണം. കോടതി ഇറങ്ങിയിരിക്കുന്നു ഗൈസ്. കുറേ റിസോർട്ടൊന്നും ഇല്ല തോന്നുന്നു അല്ലേ? റിസോർട്ട് ഉണ്ട്, കോട്ടേജസ് ഉണ്ട്. കുറേ പേരുണ്ട് കൂടെ. ഗൈസ് ഞങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടിയ കാളായി മഴയായിരുന്നു. സോ ഹൗ വാസ് ദ ഡേ? ഗുഡ്. ഗുഡ്. അയ്യോ തടി വണ്ടി പിടിച്ചേനെ. അപ്പോൾ ഗൈസ് അങ്ങനെ ഞങ്ങൾ 2 വർഷം പൂർത്തിയായിരിക്കുന്നു. അൽഹംദുലില്ലാ. സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. യെസ് യെസ് യെസ്. ഈ 2 വർഷം എങ്ങനെ ഉണ്ടായിരുന്നു ആശുമ? സന്തോഷത്തിനെ പറ്റി പറയുന്നു. യെസ് യെസ്. പമ്പി കയറണം, പമ്പ് ചെയ്യാൻ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് പെരുമ്പാവൂരുള്ള ഗ്രില്ലാക്സിലാണ് ഗൈസ്. ഇവിടുത്തെ ഫുഡ് അടിപൊളി കേട്ടോ. അല്ല ഞാൻ കഴിച്ചിട്ടുണ്ട്. ആശും പറയുന്നു എന്നാലാണ് അടിപൊളിയാന്ന് പറയുന്നത്. ഇവിടുത്തെ സ്ഥിരം കുറ്റിയാണോ? അപ്പോൾ ഗൈസ് നമ്മുടെ എക്സ്പെക്ടേഷൻ എല്ലാം തെറ്റിച്ചുകൊണ്ട് ഫുഡ് നല്ല മോശമായെന്ന് പറഞ്ഞാൽ എന്താ, ജർമ്മൻ ചിക്കൻ സാലഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. പിന്നെ അഫ്ഗാനി റൈസാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു എന്താ കുഷ്ക റൈസ്. പുള്ളി പറഞ്ഞു കുഷ്ക റൈസ് നല്ലതാന്ന് പറഞ്ഞ് അതെടുപ്പിച്ചു. ശരിക്കും ബിരിയാണി ആയിരുന്നത്. ബിരിയാണിയിൽ എന്താ ചിക്കൻ ഇല്ല എന്നുള്ള ഇത് മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ സൂപ്പ് ഒരെണ്ണേ ഉള്ളൂ അവിടെ, അത് നല്ല ഫ്ലോപ്പായിരുന്നു. പിന്നെ കുബൂസ് ഉള്ളിൽ വേവാത്ത പോലെ തോന്നി. പിന്നെ അൽഫാമല്ല പെരി ചിക്കൻ കുഴപ്പമില്ല, ആവറേജ്. ഇത് ബാക്കിയെല്ലാം പാഴ്സലാക്കി എടുത്തിട്ടുണ്ട്. ഒന്നും അവിടെ ക്രീമി ചിക്കൻ സാലഡ് അപ്പൊ തന്നെ ഞങ്ങൾ തീർത്ത്. ബാക്കിയെല്ലാം നല്ല മോശമായിരുന്നു. ഞാൻ ഭയങ്കര നല്ലതാന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ട് വന്നതാണ്. അതിന്റെ ചീത്തപ്പനി കേട്ടു. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്താ ഒരു കുഞ്ഞ് വ്ളോഗായിരിക്കും വിചാരിക്കുന്നു. എഡിറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോ ഓക്കെ. അപ്പൊ നമ്മുടെ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെന്താ, അപ്പോൾ ഇനിയുള്ള വ്ളോഗിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
പിന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വെഡിങ് ആനിവേഴ്സറി വ്ളോഗ്. അപ്പോൾ ഇനി എല്ലാവർക്കും അടുത്ത വ്ളോഗിൽ കാണാം. ബൈ ബൈ.